കാനവയലൂരിലുണ്ടായിരുന്ന ഹനുമാൻ കുരങ്ങിനെ തല്ലിക്കൊന്ന് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നതായി പരാതി. വാഹനത്തിലെത്തിയ അജ്ഞാതർ അടിച്ചതിനെ തുടർന്ന് സാരമായി പരിക്കേറ്റ കുരങ്ങിനെ പ്രദേശവാസികൾ അറിയിച്ചതനുസരിച്ച് വനം വകുപ്പ് ജീവനക്കാരെത്തി കൊണ്ടുപോവുകയായിരുന്നു. 2 വർഷത്തോളം കാനംവയലുകാരുടെ കണ്ണിലുണ്ണിയായിരുന്ന ഹനുമാൻ കുരങ്ങിനെ നഷ്ടപ്പെട്ടതിന്റെ സങ്കടത്തിലാണ് പ്രദേശവാസികൾ. അതിർത്തിയോട് ചേർന്ന കർണാടക വനത്തിൽ നിന്നും 2 വർഷം മുമ്പ് കാനംവയൽ ഊരിലെത്തിയ ഹനുമാൻ കുരങ്ങ് വളരെ പെട്ടെന്നാണ് പ്രദേശവാസികളുടെ ഉറ്റതോഴനായി മാറിയത്. ഊരുകൂട്ടത്തിലെ എല്ലാ വീടുകളിലും കയറിയിറങ്ങി കുട്ടികളോടും മുതിർന്നവരോടും അടുത്തിടപഴകിയിരുന്ന ഹനുമാൻ കുരങ്ങ് ആഴ്ചകൾക്ക് മുമ്പ് വരെ ശാന്ത സ്വഭാവക്കാരനായിരുന്നു. എന്നാൽ ദിവസങ്ങൾക്ക് മുമ്പ് മെയിൻ റോഡിലൂടെ പോവുകയായിരുന്ന ഒരു കുട്ടിയെ കുരങ്ങ് കടിച്ചു പരിക്കേൽപ്പിച്ചതോടെ ഈ കുരങ്ങിനെ തിരികെ കാട്ടിലെത്തിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു തുടങ്ങി. അതിനിടെയാണ് കഴിഞ്ഞ ദിവസം കാനംവയൽ പാലത്തിന് സമീപം ഇരിക്കുകയായിരുന്ന കുരങ്ങിനെ വാഹനത്തിലെത്തിയ ഒരു സംഘം അടിച്ചു പരിക്കേൽപ്പിച്ചത്. കുരങ്ങിനെ തല്ലിക്കൊന്ന് കൊണ്ടുപോകാനായിരുന്നു ഇവരുടെ ശ്രമമെന്ന് ഊരുള്ളവർ പറയുന്നു. അതായത് അവനെ കൊണ്ടുപോയെന്ന് വെച്ചാൽ വണ്ടിക്കാർ കപ്പ വണ്ടി വന്നു, അതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരു ജീപ്പ് വന്നിട്ട് ആദ്യം അവന് ഭക്ഷണം കൊടുത്തു, ഒരു പാക്കറ്റ് പാലത്തിൻ്റെ സൈഡിലിരിക്കുമ്പോൾ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ജീപ്പ് സൈഡങ്ങ് ആകുമ്പോഴത്തേന് മറ്റൊരു കപ്പ ഇവിടെ കൊടുത്തേച്ച് അങ്ങോട്ട് കയറി. അവർ വണ്ടിക്കകത്ത് നിന്ന് എന്തോ ഒരു സാധനം എടുത്ത്, ഒരാൾ അപ്പുറത്ത് നിന്ന് ഇറങ്ങി, ഒരാൾ ഇപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് വണ്ടിക്കകത്ത് നിന്ന് ഒരു സാധനം എടുത്തിട്ട് ഒറ്റ അടിയും വെച്ച് കൊടുത്തു. അത് തലയും കുത്തി താഴെ പുഴയിലിട്ട് കൊടുത്തു. അന്നേരം എൻ്റെ ഭാര്യ അസ്ഥിയൊക്കെ കയ്യെല്ലാം ഒടിഞ്ഞിട്ടുണ്ട്. അന്ന് കൊണ്ടുവന്ന് രാത്രി ഇവിടെ വീട്ടിനകത്ത് ആക്കിയിട്ട് അതിന് അങ്ങോട്ടും പോകത്തില്ല. തീ വിട്ട് ചൂടും വിളിച്ച് കുഴമ്പും തിരുമ്മി നേരം വിളക്കുന്നത്. അന്നേരം ചേട്ടനോട് വിളിച്ച് പറഞ്ഞു, എന്തായാലും ചേട്ടനോട് വിളിച്ച് ഇപ്പം പറഞ്ഞു കേരള പോലീസുകാരെ അറിയിക്കാം, എന്നിട്ട് ആഴ്ചയിൽ കൊണ്ടുവന്ന പറഞ്ഞു. രാവിലെ അവർ കേരള പോലീസുകാർ വന്നു. പോലീസുകാർ നിന്നിട്ട് അതിനെ ഇവിടുന്ന് വന്ന് കണ്ട് എന്നാലും ഇതിന് ചികിത്സ എന്തായാലും കൊടുക്കണം, ആവശ്യതയായി. എന്നാലും ചെറുവിടെ കൊണ്ടുപോയി കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. കൊണ്ടുപോയി അവിടുന്ന് ഇപ്പം പറച്ചിന് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അറിവ്. അത് ഇരിക്കുന്നിടത്ത് തന്നെ ദൂരം മൂത്രമൊഴിക്കുകയൊക്കെ ചെയ്തു അറിയാതെ. ഇവിടെ അങ്ങനെ ശല്യമില്ല, അക്കരെ കയറിയിട്ട് ഭയങ്കര ശല്യം എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ പറയുന്നത്. അവരുടെ പിന്നെ എന്താ കൃഷിയൊക്കെ നശിപ്പിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞത്. പിന്നെ ഏതോ അപ്പക്കരെ ഒരു കുട്ടീനെ 2 തവണ കണ്ട് ചെറുതായിട്ട് കടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ കടിക്കാൻ കാരണമെന്നൊന്നും അറിയില്ല. പക്ഷെ ഇവിടെ അങ്ങനെ ആരോടും പിന്നെ വലുതായിട്ട് ഇങ്ങനെ ആക്രമണശക്തരായിട്ട് കണ്ടിട്ടില്ല. ചോദിച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ തിരിച്ചടിച്ച് കഴിയുമ്പോൾ അതിന് മേലെ ഉണ്ടാവുമല്ലോ. ആ വാശിക്ക് ചിലപ്പം കളിച്ചാന്നും പറയത്തില്ല. കുറേ കാലം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ജീവിയാണ്, അത് പെട്ടെന്ന് പോകുന്നതിൻ്റെ ഒരു വിഷമം എങ്ങനെയാണ്? അയ്യോ ഭയങ്കര സങ്കടമായി. 2 വർഷക്കാലം, 2 വർഷമല്ലല്ലോ, 2 വർഷം മേലെയായി. അങ്ങ് കുറഞ്ഞ പോലെ നമ്മളെ ഇവിടെ തന്നെ കോളനിയിൽ നിന്ന് ഒരു അംഗം കുറഞ്ഞ പോലെ സത്യം പറയാനെങ്കിൽ. ഏത് ടൈമിലും അതിനെ കേട്ടാ എങ്ങോട്ട് ഇറങ്ങിയാലും അതിനെ കണ്ടെന്ന് വർത്തമാനം പറഞ്ഞ് കേട്ടോ, എല്ലാം ഞാൻ തൊട്ടങ്ങ് പോകുന്നതാണ്. എല്ലാവർക്കും അത് തന്നെയാണ് പറയാനുള്ളത്. അത് തന്നെ പറയാനുള്ളത്, വേറെ ഒന്നും പറയാനില്ല. വലിയ സങ്കടവും ഇവിടെ പിന്നെ കുട്ടികളൊക്കെ, ചില കുട്ടികളൊക്കെ കരച്ചില രാമൻ പോയെന്നും പറഞ്ഞിട്ട്. നമ്മുടെയൊക്കെ പിള്ളമാർക്ക് ഭയങ്കര പിന്നെ സങ്കടമായിരുന്നു. പിന്നെ പറശ്ശിനി കടവ് കൊണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് പിന്നെ കൊണ്ട് കാണിക്കാന്നൊക്കെ പറഞ്ഞാൽ അടുത്ത ആഴ്ച പോയി കാണാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതിനൊന്ന് പിന്നെ എല്ലാവരും സ്കൂളിൽ പോകില്ല എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. അല്ലല്ല ഇങ്ങനെ എടുത്ത് പിന്നെ നമ്മളുടെ അവിടെ രാജൻ എന്ന് പറഞ്ഞ ആൾ, അവൻ ബേബിയും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നേരെ തന്നെ എടുത്തിട്ട് വണ്ടി സീറ്റിലിട്ട് അങ്ങ് കൊണ്ടുപോയത്. കൂട്ടിലൊന്നും ആക്കിയിട്ടില്ല. അത് ഈ വലത് കൈ നല്ലോണം, പിന്നെ കൈയും കാലും, ഈ വലത് ഇടത് കണ്ണല്ലേ, ഇടത് കണ്ണൊന്നും കാണില്ലായിരുന്നു രാത്രിയൊന്നും. ഇങ്ങനെ നീര് വെച്ചിട്ട് നേരം വെളുക്കുമ്പോഴത്തേനാണ് കുറച്ച് പിന്നെ ലെവലായത്. പിന്നെ അവൻ ഏറ്റു പോകാനൊക്കെ കുറേ നോക്കി, പിന്നെ നിരങ്ങിയാണ് പോകുന്നത്. പിന്നെ അന്നേരത്തിനും പിന്നെ അവർ പിന്നെ കേരള പോലീസുകാർ വന്നു. പിന്നെ അവിടുന്ന് പിടിച്ചുകൂടെ കൊണ്ടുവന്നൊക്കെ അവരിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി. ഇതിനെ പരിക്കേൽപ്പിച്ച ശേഷമാണ് നിങ്ങൾ കാണുന്നത്, വീണ് കിടക്കുന്നതാണോ വേണ്ടത്? അതിൽ അവരടിക്കുന്നത് പിന്നെ ഇവിടുന്ന് 3-4 പേര് കാണുന്നുണ്ടായിരുന്നു. ആ മഴയുള്ള കാരണം ഇവർ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. പക്ഷേ ഈ അടി കൊടുത്തതാന്ന് പറഞ്ഞ് അടി കിട്ടിക്കഴിഞ്ഞിട്ട് അവർ പിന്നെ ഇവിടെ ഇറങ്ങുമ്പോഴത്തേനും വണ്ടി കയറി അവരെ സ്ഥലം വിട്ടു. പക്ഷേ അവർ പിന്നെ മുറ്റം താഴോട്ടാണ്, പാലത്തിൽ താഴോട്ട് വീണത് കൊണ്ട് അതിനെ കൊണ്ടുപോയില്ലേ. ഇല്ലെങ്കിൽ അവർ പറയുന്നത്, ഇവിടെ കണ്ടവർ പറയുന്നത് അവരെ കൊണ്ടുപോകാൻ വേണ്ടി തന്നെ പിന്നെ അടിച്ചതെന്ന് പറഞ്ഞു. വണ്ടിക്കകത്ത് നിന്നൊരു സാധനം എടുത്ത് അടിച്ചു തരുമ്പോൾ മിക്കവാറും ലിവർ കൊണ്ടായിരിക്കും അടിച്ചത്. അപ്പോൾ ആ താഴെ വീണ് പോയതുകൊണ്ട് പിന്നെ അവർ ഇവിടുന്ന് കുറേ പേര് ഓടിപ്പോയി എടുത്ത് വരുമ്പോഴത്തേനും പിന്നെ അവനെ തീരെ അവശനായിരുന്നു. കുരങ്ങിനെ ഉപദ്രവിക്കുന്നത് നാട്ടുകാർ കണ്ടതുകൊണ്ട് മാത്രമാണ് വാഹനത്തിൽ വന്നവർക്ക് കുരങ്ങിനെ കടത്തിക്കൊണ്ടുപോകാൻ കഴിയാതിരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്.
പരുക്കിനെ തുടർന്ന് ഒരു രാത്രി മുഴുവൻ വേദന സഹിച്ചു കഴിഞ്ഞ കുരങ്ങിനെ ഇന്നലെ രാവിലെ വനം വകുപ്പ് ജീവനക്കാരെത്തി കൊണ്ടുപോവുകയായിരുന്നു. കുരങ്ങിനെ അജ്ഞാതർ അടിച്ചു പരിക്കേൽപ്പിച്ചതായി നാട്ടുകാർ അറിയിച്ചതനുസരിച്ചാണ് വനം വകുപ്പ് ജീവനക്കാരെത്തി ചികിത്സ നൽകാനായി കൊണ്ടുപോയത്. 2 വർഷത്തോളം തങ്ങൾക്ക് പ്രിയപ്പെട്ടവനായിരുന്ന ഹനുമാൻ കുരങ്ങിനെ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖത്തിലാണ് ഇവരെല്ലാം. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. അമ്മു, നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം? നിന്റെ കളിയും ചിരിയും കുസൃതിയും, പിന്നെ നിന്റെ ആ കുട്ടിച്ചോദ്യവും. ഇതെനിക്ക് തരുമോ? തരില്ല. ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ. മുത്തശ്ശിക്ക് ഇതാര് കൊടുത്തതാ? മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത്. അപ്പൊ ഇത് ശരിക്കും മാറിയ? ഇതെനിക്ക് തരുവോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.